ബീഹാറിൽ ജെഡിയും ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ അമ്പെ പരാജയപ്പെടും. 2005 മുതൽ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിന് ഇനിയൊരു ഊഴം ഉണ്ടാവില്ല. ഇത് പ്രവചിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ പ്രശാന്ത് കിഷോറാണ്. പ്രശാന്ത് കിഷോറിന്റെ പ്രവചനങ്ങളെ അങ്ങനെ തള്ളിക്കളയാനാവില്ല. ബീഹാറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബീഹാറിൽ 2015 നിതീഷ് കുമാറിന്റെ മഹാഗഠബന്ധനിലൂടെയുള്ള വിജയം ഉറപ്പാക്കുകയും നിതീഷ് കുമാറിന്റെ ഭരണത്തിലടക്കം നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത പ്രശാന്ത് കിഷോർ തന്നെയാണ് ഈ പ്രവചനം നടത്തുന്നത്. പ്രശാന്ത് കിഷോർ പക്ഷേ മറുപക്ഷത്ത് ആര് ജയിക്കും എന്ന് വ്യക്തമായി പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി ഇതാദ്യമായി ജൻ സുരാജ് പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. ആ പാർട്ടിയെക്കുറിച്ച് പാർട്ടിയുടെ തലവനായ പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം ചോദിക്കുമ്പോഴും ഒന്നുകിൽ 10-ൽ താഴെ സീറ്റുകളിൽ മാത്രമേ ജയിക്കൂ, അല്ലെങ്കിൽ 150-ലേറെ സീറ്റുകൾ ജയിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒന്നുകിൽ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ അമ്പെ പൊട്ടി പരാജയപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം കൂടിയുണ്ട്. 243 അംഗ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകളാണ്. 122, 130, 140 ഒക്കെ തൻ്റെ പാർട്ടിക്ക് കിട്ടിയാലും താൻ അതിനെ ഒരു പരാജയമായി കാണുമെന്നും 150-ലേറെ സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ അതിനെ ഒരു വിജയമായി തനിക്ക് കാണാൻ കഴിയൂ എന്നുകൂടിയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതിന് പ്രധാനമായും പറയുന്നത് ബീഹാർ ഒരു സമഗ്രമായ മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ അവിടെ 150-ലേറെ സീറ്റുകളുടെ വിജയത്തോടു കൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തോടു കൂടി തൻ്റെ പാർട്ടിക്ക്, ജൻ സുരാജ് പാർട്ടിക്ക് ജയിക്കാൻ കഴിയും. അങ്ങനെയല്ല, ബീഹാർ ഇപ്പോഴും സമുദായ സമവാക്യങ്ങളും തെരുവിൻ്റെ രാഷ്ട്രീയവുമൊക്കെയാണ് ബീഹാറിനെ ഭരിക്കുന്നതെങ്കിൽ 10 സീറ്റിൽ താഴേക്ക് തൻ്റെ പാർട്ടി പോവുകയും ചെയ്യും എന്നുകൂടി പറയുന്നു. എന്തുകൊണ്ടാണ് അവിടെ എൻ.ഡി.എ വിജയിക്കാത്തത് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജെ.ഡി.യുവിൻ്റെ കാര്യം അമ്പെ പരിതാപകരമാണ് എന്ന് പറയുന്നു. ജെ.ഡി.യുവിന് 25 സീറ്റുകൾ പോലും കിട്ടാൻ ഇത്തവണ പെടാപ്പാടുപെടും എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത് ജെ.ഡി.യുവിൻ്റെ വിജയവും പരാജയമൊന്നും പ്രവചിക്കാൻ ഒരു സെഫോളജിസ്റ്റ് ഒന്നും ആവേണ്ടതില്ല, കഴിഞ്ഞ തവണത്തെ മത്സരം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ ഭാഗമാകാതെ, കേന്ദ്രത്തിൽ എൻ.ഡി.എയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ എൻ.ഡി.എയുടെ ഭാഗമാകാതെ പ്രത്യേകം നിന്ന് മത്സരിച്ചതാണ് രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പി അന്ന് പ്രധാനമായും ജെ.ഡി.യുവിൻ്റെ സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. പല സ്ഥാനാർത്ഥികളും അപ്രസക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു. അങ്ങനെ കാര്യമായ ജനസ്വാധീനമോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പ്രശസ്തിയൊന്നുമുള്ള സ്ഥാനാർത്ഥികളായിരുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിച്ചപ്പോൾ അവർ നേടിയ വോട്ട് കൊണ്ട് മാത്രം ജെ.ഡി.യുവിൻ്റെ സീറ്റ് 43-ലേക്ക് വീണു. 2005 ശേഷം ജെ.ഡി.യുവിനെ പോലെ എക്കാലത്തും ബീഹാറിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പാർട്ടിയായി നിന്നിരുന്ന, പ്രധാന പാർട്ടിയായി നിന്നിരുന്ന ജെ.ഡി.യുവിന് ബി.ജെ.പിയുടെ പകുതി സീറ്റുകളിലേക്ക് താഴെ പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ജെ.ഡി.യുവിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ്. അധികാരം, രണ്ട് മുന്നണികൾ മാറി മാറിയൊക്കെ നിതീഷ് കുമാറിനെ അധികാരം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും സ്വന്തം പാർട്ടിയുടെ നില അത്രത്തോളം പരിതാപകരമായിരുന്നു. ഇത്തവണ അതിലും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ജെ.ഡി.യു അങ്ങനെ ഒരു കൂട്ടായ നേതൃത്വവും കൂട്ടായ കെട്ടുറപ്പും ഒക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ മാറിപ്പോയി എന്നുകൂടി പറയുന്നു. കാരണം ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ 2015 നമ്മൾ ഓർക്കണം, അന്ന് നിതീഷ് കുമാർ പരാജയം പ്രവചിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നിതീഷ് കുമാറിനെ മഹാഗഠബന്ധനിലൂടെ വിജയത്തിലേക്ക് എത്തിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ, അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പിൽ നൽകിയ 7 വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആസൂത്രണ ബോർഡിലൊക്കെ സുപ്രധാന ചുമതല നൽകിയതും ഇതേ പ്രശാന്ത് കിഷോറിന് തന്നെയാണ്. 2018 ജെ.ഡി.യുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് ജെ.ഡി.യുവിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീടാണ് അദ്ദേഹം ജെ.ഡി.യുമായി തെറ്റിപ്പിരിഞ്ഞു പോയത്. അങ്ങനെ ആദ്യം 2012 മോദിയുടെ ഗുജറാത്തിലെ 3-ാം ഊഴത്തിലെ ഒരു വമ്പൻ വിജയത്തോടു കൂടിയാണ് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമൊക്കെയായ പ്രശാന്ത് കിഷോറിനെ ലോകം അറിയുന്നത്. 2014 മോദിക്ക് ആദ്യമായി എൻ.ഡി.എക്ക് ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരം കൊണ്ടുവരുന്നു. മോഡിയുടെ ചായ് പേ ചർച്ചയടക്കമുള്ള ആശയങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല പാർട്ടികളുടെയും, ഇടക്കാലത്ത് കോൺഗ്രസിൻ്റെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ, ADMKയുടെ, YSRCPയുടെ അടക്കം പ്രധാന പാർട്ടികളുടെ ഒക്കെ പ്രധാന തെരഞ്ഞെടുപ്പുകൾ ചുമതല വഹിക്കുകയും അവിടെയൊക്കെ വിജയം സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരിടത്തു മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. അത് കോൺഗ്രസിനൊപ്പം കൂടിയാണ്. അത് യു.പിയിലായിരുന്നു. യു.പിയിലെ തെരഞ്ഞെടുപ്പിൽ, 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിനൊപ്പം കൂടുമ്പോൾ കോൺഗ്രസ് വലിയ വിജയമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും 7 സീറ്റുകളിലേക്ക് താഴ്ന്നു പോവുകയും 300ഓളം സീറ്റുകൾ നേടി ബി.ജെ.പി വിജയിക്കുകയും ചെയ്തു. മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വിജയം നേടിയിട്ടുണ്ട്. ഇത്തവണ ബീഹാറിൽ അദ്ദേഹത്തിന് അങ്ങനെ വിജയിക്കാമെന്നൊരു ആത്മവിശ്വാസം ഇല്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഒന്നുകിൽ 150-ന് മേൽ അല്ലെങ്കിൽ 10-ന്
താഴെ എന്നൊക്കെ പറയുന്നു. സ്വന്തം പാർട്ടിയെ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുമെന്ന് അതിൻ്റെ തലവന് പറയാനാവില്ല. രഘവ്പൂരിൽ തേജസ്വി യാദവിൻ്റെ മുഖ്യ എതിരാളിയായി താൻ മത്സരിക്കും, തേജസ്വി യാദവിനെ കൂടി വീഴ്ത്തും എന്നൊക്കെ അദ്ദേഹം നേരത്തെ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൻ സ്വരാജ് പാർട്ടി. അവിടെ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല എന്ന് കൂടി പറയുന്നു. അദ്ദേഹം അതിന് പറയുന്ന റീസൺ, തനിക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമായി കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തനം നടത്താനാവില്ല. തൻ്റെ പാർട്ടിയെ, ആ സംഘടനയെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ബീഹാറിലാകെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബീഹാറിലാകെ ഓടി നടക്കേണ്ടതുണ്ട്. ഒരു മണ്ഡലത്തിലെ വിഷയം മാത്രം നോക്കി നിൽക്കാൻ കഴിയില്ല. പല ഇടങ്ങളിലായി തന്ത്രങ്ങൾ നോക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ പ്രശാന്ത് കിഷോർ എന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നതാണ് ജൻ സ്വരാജ് പാർട്ടി. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള അത്തരം നേതാക്കളൊന്നും കൂടെയില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ന്യായം ശരിയായിരിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ജൻ സ്വരാജ് പാർട്ടിയുടെ പ്രകടനമല്ല ഇവിടെ വിഷയമാകുന്നത്. ഇത്തവണ ബീഹാറിൽ NDAക്ക് ഭരണം ലഭിക്കാൻ സാധ്യതയില്ല എന്നുകൂടിയാണ് പറയുന്നത്. പക്ഷേ മറുപക്ഷം ജയിക്കുമോ എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ മറുപക്ഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല അഭിപ്രായമല്ല ഉള്ളത്. കാരണം JDU കോൺഗ്രസ് ബന്ധം ഇപ്പോഴും ശിഥിലമാണ്. അതോടൊപ്പം തന്നെ VIP ഇപ്പോഴും അവിടെ നിൽക്കുമോ, അവർക്കൊപ്പം നിൽക്കുമോ, ഇത് മഹാഗഠബന്ധൻ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് എന്നതുകൂടി പറയുന്നു. എന്തായാലും ബീഹാറിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രശാന്ത് കിഷോറിൻ്റെ ഞെട്ടിക്കുന്ന ഈ പ്രവചനം വന്നിരിക്കുന്നത് ഒരേ സമയം NDA ക്യാമ്പിന് ആശങ്ക പകരുന്നത് കൂടിയാണ്. പ്രതീക്ഷ, ഒരു തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നത് കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ പ്രവചനം അത് ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ അറിയാൻ വോട്ടെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു പ്രവചനം പ്രശാന്ത് കിഷോറിനെ പോലെ മഹാഭൂരിപക്ഷം പ്രവചനങ്ങളും ശരിയാക്കിയിട്ടുള്ള, മഹാഭൂരിപക്ഷം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയിലും വിജയം വരിച്ചിട്ടുള്ള ഒരാൾ ശാസ്ത്രീയമായി അവലോകനം ചെയ്തു പറയുന്നു, NDAക്ക് ഇത്തവണ ബീഹാറിൽ ജയിക്കാൻ കഴിയില്ല, നിതീഷ് കുമാറിന് അവിടെ മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്നത്. രണ്ടാമത് നിതീഷ് കുമാറിന് തന്നെയാണ് മുഖ്യമന്ത്രിയെന്ന് BJP പ്രഖ്യാപിക്കുമ്പോഴും അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന ആശങ്ക സ്വാഭാവികമായും ബീഹാറിലാകെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില മുതൽ JDUവിൻ്റെ പ്രകടനം വരെ ആശ്രയിച്ചിരിക്കുന്നു അത് എന്നതുകൂടി. അതൊരു ഏത് ആളിനും സംശയിക്കാവുന്ന, ഒരു കോമൺ ലോജിക്കിന് തന്നെ സംശയിക്കാവുന്ന ഒന്ന് തന്നെയാണത്. പക്ഷേ NDA ജയിക്കില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.